നിങ്ങൾ അറിഞ്ഞുവോ 2019 ഏപ്രിൽ 21 ഒരു ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയുടെ തലസ്ഥാനമായ കൊളംബോയിലുണ്ടായ 5 സ്ഫോടനങ്ങൾ 3 ചർച്ചുകളിലും 2 പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലുമാണ് സ്ഫോടനമുണ്ടായത്. 14 രാജ്യങ്ങളിൽ നിന്നുള്ള 45 വിദേശികൾ ഉൾപ്പെടെ 279 പേർ കൊല്ലപ്പെട്ട അതിഭയങ്കരമായ സ്ഫോടന പരമ്പരകളാണ് യഥാർത്ഥത്തിൽ അവിടെ അരങ്ങേറിയത്. നേരത്തെ ഇത്തരം സ്ഫോടനങ്ങൾ നടക്കാതിരുന്ന ശ്രീലങ്കയിൽ ഇങ്ങനെ സ്ഫോടനം നടന്നതും അത് നടത്തിയിട്ടുള്ളത് ചാവേർ അക്രമമായിരുന്നു, പർദ്ദ ധരിച്ച സ്ത്രീകളാണ് ചാവേറുകളായി വന്നത് എന്ന പ്രചരണവും വ്യാപകമായി വിശ്വസിക്കപ്പെടുകയും അതനുസരിച്ചുള്ള പ്രൊപ്പഗണ്ടകൾ നടക്കുകയും ഒരു പ്രത്യേക വിഭാഗത്തിനെതിരായിട്ടുള്ള പ്രചരണ കോലാഹലങ്ങളും സംഭവ വികാസങ്ങളും അക്രമങ്ങളും സൈബർ അക്രമങ്ങളുമൊക്കെ അരങ്ങേറുകയും ചെയ്തു. ഈ സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തം തൗഹീദ് ജമാഅത്ത് എന്ന ഒരു സംഘടന ഏറ്റെടുക്കുകയും ചെയ്തതോടെ ഇതൊരു ജിഹാദി ആക്രമണമാണ്, ഇതിൻ്റെ പിന്നിൽ ഇസ്ലാമിക ഭീകരവാദികളാണ് എന്ന് തുടങ്ങിയുള്ള ആ ഒരു ആഖ്യാനം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഈ സ്ഫോടന പരമ്പരകൾ കഴിഞ്ഞ ഉടനെ തന്നെ ആ 2022 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ, ശ്രീലങ്കയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മുൻ പ്രസിഡൻ്റായിരുന്ന രാജപക്സെ തയ്യാറെടുക്കുകയും 225-ൽ 145 സീറ്റും രാജപക്സെയുടെ പൊതുജന പെരുമന എന്ന സംഘടന കരസ്ഥമാക്കുകയും അയാൾ പ്രസിഡൻ്റാവുകയും ഈ മഹാഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് രാജപക്സെ പ്രസിഡൻറ്റിന് കൂടുതൽ അധികാരങ്ങൾ ഉണ്ടാക്കുന്ന നിയമ നടപടികളിലേക്ക് കടക്കുകയും സ്വന്തം സഹോദരനെ പ്രധാനമന്ത്രിയായി അവിടെ നിയമിക്കുകയും ചെയ്തു. ഈ തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. എന്നാൽ ഒട്ടും താമസിയാതെ അഴിമതിക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ ശ്രീലങ്കയിൽ വമ്പിച്ച പ്രക്ഷോഭം നടക്കുകയും ഈ ജ്യേഷ്ഠാനുജന്മാർ, ഏട്ടനും അനിയനും അധികാരം വിട്ട് ഒഴിയേണ്ടി വരികയും ചെയ്തു. അധികാരം വിട്ട് ഒഴിഞ്ഞപ്പോഴാണ് ഈ 2021 സ്ഫോടന പരമ്പരകളെക്കുറിച്ചുള്ള അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് പ്രവേശിച്ചത്. അപ്പോഴാണ് രാജപക്സെ അന്യായമായി വളഞ്ഞ വഴിയിലൂടെ ഇങ്ങനെ ശ്രീലങ്കയുടെ പ്രസിഡൻ്റായിരുന്നപ്പോൾ ശ്രീലങ്കയിലെ ഇൻ്റലിജൻസ് മേധാവിയായി നിശ്ചയിച്ചിരുന്ന മേജർ സുരേഷ് സെലെ എന്നാൽ ഈ കേസ് അന്വേഷണം പൂർത്തിയായപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഇൻ്റലിജൻസ് മേധാവി, ആ രാജ്യത്തിൻ്റെ മൊത്തം ചുമതലയുള്ള ഇൻ്റലിജൻസ് മേധാവിയാണ് ഈ സ്ഫോടനം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിക്കപ്പെടുകയും ഈ സുരേഷ് സെലെ അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുന്നു. എന്നൊരു കോലാഹലമായിരുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുമൊക്കെ നടന്നത്. ഈ സ്ഫോടനം നടത്തിയതുമായി യാതൊരു ബന്ധവുമില്ലാത്ത, അല്ലെങ്കിൽ സ്ഫോടനത്തെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാത്ത ജനവിഭാഗത്തിന് മേൽ ഈ ഒരു കുറ്റം കെട്ടിവെച്ചുകൊണ്ട് വമ്പിച്ച പ്രചരണമായ പ്രചാരവേലകൾ നടത്തി മറ്റൊരു രീതിയിൽ അവർക്ക് ജീവിക്കാനുള്ള അവകാശങ്ങളെ വരെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് നടന്നുകൊണ്ടിരുന്നത്. ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കാറുണ്ട്. സ്ഫോടനം നടത്തുന്നത് നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള, അധികാരഭ്രമമുള്ള ചില കൂട്ടരായിരിക്കും. എന്നാൽ അതിൻ്റെ കുറ്റമോ അതിൻ്റെ അയലത്ത് പോലും വരാത്ത, അല്ലെങ്കിൽ ഒരു സ്ഫോടനം നടത്താൻ സാമ്പത്തികമായോ സാമൂഹികമായോ ശക്തിയില്ലാത്ത വിഭാഗങ്ങളുടെ മേൽ കെട്ടിവെക്കുകയും ചെയ്തു. ഇത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ മലേഗാവ് സ്ഫോടനം, മക്ക മസ്ജിദ് സ്ഫോടനം, അതുപോലെ അജ്മീർ സ്ഫോടനം, ഇങ്ങനെ നിരവധി സ്ഫോടനങ്ങൾ, ഒന്നും രണ്ടുമല്ല, നൂറുകണക്കിന് സ്ഫോടനങ്ങൾ ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇങ്ങനെയുള്ള ഒന്നുകിൽ ജെയ്ഷെ മുഹമ്മദ്, അല്ലെങ്കിൽ ഹിസ്ബുൽ മുജാഹിദീൻ, അതല്ലെങ്കിൽ അതുപോലുള്ള പേരുള്ള ഇന്ത്യൻ മുജാഹിദീൻ്റെ സ്ലീപ്പർ സെല്ലുകൾ, ഇങ്ങനെ പല പേരുകളും ഇട്ടുകൊണ്ട് ആ സ്ഫോടനങ്ങൾ നടത്തിയത് തങ്ങളാണ് എന്ന് അവകാശപ്പെടുന്നു. അതല്ലെങ്കിൽ അതിനുള്ള തെളിവുകൾ ആ സ്ഥലത്ത് ഉപേക്ഷിച്ചു പോകുന്നു. ഒന്നുകിൽ ഖുർആനിൻ്റെ കയ്യെഴുത്ത് പ്രതിയോ അല്ലെങ്കിൽ ഖുർആനിൻ്റെ പേജുകളോ ആ
ആ സ്ഥലത്ത് ഉപേക്ഷിച്ചു പോകുന്നു. അപ്പോൾ ഉറപ്പാകുന്നു ഇത് ഇന്ന വിഭാഗക്കാരാണ് ഈ സ്ഫോടനം നടത്തിയത് എന്ന്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തും ധാരാളം നടക്കാറുണ്ട്. അങ്ങനെ നടന്ന സംഭവങ്ങൾ വർഷങ്ങൾക്ക് ശേഷം നിരപരാധികളായ നൂറുകണക്കിന് ആളുകൾ തടവറകളിൽ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് തെളിയിക്കപ്പെടുന്നത് ഇക്കൂട്ടരല്ല ഇത് ചെയ്തത്, ഇവർ നിരപരാധികളായിരുന്നു. ജാമ്യം പോലും നൽകാതെ മൗലികാവകാശങ്ങൾ പോലും ഹനിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ, ഏതാണ്ട് 20,000-ഓളം ആളുകൾ ഇപ്പോഴും തടവറകളിൽ, ജയിലുകളിൽ വിചാരണ തടവുകാരായിട്ട്, വിചാരണ പോലും നടത്താതെ തടവുകാരായിട്ട് ഇന്ത്യയിൽ തന്നെ കഴിയുന്നുണ്ട്. ഈ ഒരു പ്രൊപ്പഗണ്ടയാണ് ഇതിനൊക്കെ കാരണം. ശ്രീലങ്കൻ സ്ഫോടനത്തെ തുടർന്ന് ജിഹാദി സംഭവവികാസങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ജിഹാദികൾക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വമ്പിച്ച പ്രചരണങ്ങളാണ് നമ്മുടെ നാട്ടിലുമൊക്കെ നടന്നത്. അത് ചില വിഭാഗങ്ങൾക്ക് മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്നു, മറ്റു ചില വിഭാഗങ്ങൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റപ്പെടുകയും അതല്ലെങ്കിൽ നിരപരാധികൾ ജയിലിൽ അടക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നു. അത് തന്നെയാണ് ശ്രീലങ്കൻ സ്ഫോടനത്തിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. സാധാരണ അവിടെ സ്ഫോടനം നടക്കാത്ത ഒരു സ്ഥലത്ത് ഇത്തരം സംഘടനകളുടെ പേര് ഉയർന്നു വരുന്നു, അവർ സ്ഫോടനം നടത്തി എന്ന് പറയുന്നു. എന്നാൽ ഒടുവിലിപ്പോൾ സത്യം തെളിഞ്ഞിരിക്കുകയാണ്. സത്യം തെളിഞ്ഞ സ്ഥിതിക്ക് അത്തരം പ്രചരണ കോലാഹലങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച ആളുകളും മുൻകൈയെടുത്ത ആളുകളും മാപ്പ് പറയുക എന്ന ചെറിയ നിസ്സാരമായിട്ടുള്ള ഒരു പ്രായശ്ചിത്തമെങ്കിലും ചെയ്യും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% തെറ്റി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.